വചനജായ 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 വചനജായ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുവിശേഷത്തിലെ ശിഷ്യത്വത്തിൻ്റെ പഠനഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ലൂക്കാസ് സുവിശേഷകൻ്റെ സമതലത്തിലെ പ്രസംഗങ്ങളാണ് ചിന്താവിഷയം. ഈ സമതലത്തിലെ പ്രസംഗങ്ങളിലെ കാര്യങ്ങൾ വിചിന്തനം ചെയ്യുമ്പോൾ പഴയ നിയമത്തിലെ 1 സാമുവേലിലേക്ക് ഒന്ന് തിരികെ പോകണം. 23 അധ്യായങ്ങളിലൊക്കെ കാണപ്പെടുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്കിവയെ വ്യാഖ്യാനിക്കുവാൻ. നിന്നോടൊപ്പം ഇരിക്കുന്നയാൾ നിന്നെ ചതിക്കുന്നവനാണ്, നിന്നോട് സത്യസന്ധതയില്ലാതെ പെരുമാറുന്നവനാണ്, നിന്നെ കൊല്ലാൻ നടക്കുന്നവനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അയാളെ സംരക്ഷിക്കുവാൻ വേണ്ടി നീ നിൻ്റെ മനസ്സിനെ ഒരുക്കി ഒരു ഉപദ്രവവും ചെയ്യാതെ അവനെ സംരക്ഷിക്കുവാനുള്ള ഒരു വഴി തേടുമ്പോൾ ഇത് ദൈവികമായ ഇടപെടലാണ്. മനുഷ്യൻ്റെ പ്രകൃതിയായുള്ള സ്വഭാവമാണ് തനിക്കെതിരായി വരുന്ന, തന്നെ നശിപ്പിക്കുവാൻ വരുന്ന എന്തൊന്നിനെയും വെട്ടിമാറ്റി തൻ്റെ വഴിയിലൂടെ യാത്ര മുന്നോട്ട് പോവുക. ഒരുപക്ഷെ സുവിശേഷത്തിൽ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഞായറാഴ്ച സഭ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത്. സാവൂളിനെ രാജാവായി അഭിഷേചിച്ച് അവൻ്റെ ഭരണം മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ ജനം അവൻ്റെ കീഴിൽ പ്രത്യേകമായി ഏകീകരിക്കപ്പെടുന്നു. എന്നാൽ രാഷ്ട്രീയപരമായി അധപ്പതിച്ചിരിക്കുന്ന ഒരവസരമാണിത്. ഫിലിസ്തീനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, യുദ്ധവും മറ്റു കാര്യങ്ങളും. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരാൾ തൻ്റെ ഈ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നതിൻ്റെ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അവനെതിരായി അസൂയയും അവനെ കൊല്ലുവാനുള്ള വഴികളും അന്വേഷിക്കുന്ന സാവൂൾ. ദാവീദിൻ്റെ ഉയർച്ചയാണ് പ്രതിപാദ്യ വിഷയം. അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ച് ദൈവം അവന് വാഗ്ദാനം ചെയ്യുന്ന വരുവാനിരിക്കുന്ന ദിനങ്ങളെക്കുറിച്ചുള്ള ശക്തമായ അറിവുകൾ, അതിനനുസരിച്ച് അവൻ തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുമ്പോൾ സമൂഹത്തിൽ അവന് ലഭിക്കുന്ന വില. എന്നാൽ മറുപുറത്ത് നഷ്ടപ്പെട്ടു പോകുന്ന, കൈവിട്ടു പോകുന്ന തൻ്റെ നിലനിൽപ്പ്, അസൂയ സാവധാനത്തിൽ മുളയെടുക്കുകയാണ്. അതോടൊപ്പം അവനോടുള്ള വെറുപ്പും വിദ്വേഷവും ഒത്തിരി വർദ്ധിച്ചു കഴിയുമ്പോൾ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സൗൽ നടത്തുകയാണ്. 1 സാമുവേൽ 23 അധ്യായത്തിൽ പല അവസരങ്ങളിലായിട്ട് ദാവീദിനെ കൊല്ലുവാനുള്ള വഴികൾ, അതോടൊപ്പം തന്നെ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി സാവൂളിൻ്റെ അനുചരന്മാർ പല വഴികളും ഒരുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അവയിൽ നിന്നെല്ലാം ദൈവം ദാവീദിനെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നാം ഇന്ന് കേൾക്കുന്ന, വായിക്കുന്ന ഈ സംഭവം നടക്കുന്നത് വിജനപ്രദേശമായ കുന്നുകളും താഴ്വാരങ്ങളും ഗുഹകളുമൊക്കെയുള്ള സിഫ എന്ന സ്ഥലത്താണ്. അവിടെ ഒളിച്ചു താമസിക്കുന്ന സൗൾ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഒരുക്കങ്ങൾ നടത്തിയവൻ. ദാവീദിൻ്റെ പട്ടാള മേധാവി അബിഷായി തിരിച്ചറിയുന്നു സൗൾ എവിടെയുണ്ടെന്ന്. ദാവീദിന് ഉപദേശിക്കുന്നുണ്ട്, ഇതിലും നല്ല ഒരവസരം നിനക്ക് കിട്ടില്ല സൗളിനെ കൊല്ലുവാൻ വേണ്ടി. എന്നാൽ ദാവീദിൻ്റെ ഉത്തരം ശക്തമാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തനെ കൊല്ലുവാൻ ഞാൻ ആര്? ദൈവം അവനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശിക്ഷ എന്താണോ അത് ദൈവം കൊടുത്തുകൊള്ളട്ടെ, ഞാനല്ല. ഞാൻ ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കണം, അവനോട് ക്ഷമിക്കണം, എൻ്റെ ജീവിതം ദൈവം ഏൽപ്പിച്ചതുപോലെ മുന്നോട്ട് ധൈര്യപൂർവ്വം കൊണ്ടുപോകണം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് അതാണ്. എന്നെ കൊല്ലുവാനൊരുങ്ങി നടക്കുന്ന, എന്നെ വഞ്ചിക്കുന്ന, എൻ്റെ മുൻപിൽ വളരെ സൗഹൃദമായി നടക്കുന്ന ഒരുവൻ, എന്നാൽ എനിക്കറിയാം അവൻ എന്നെ വഞ്ചിക്കുകയാണ്
എന്നോട് പറയുന്നത് മുഴുവനും നുണയാണ്. എന്നെ കൊല്ലുവാൻ വേണ്ടി അവൻ കാര്യങ്ങൾ, സമയങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. എപ്രകാരം ഞാൻ അവനോട് ക്ഷമിക്കും? 7 കാര്യങ്ങൾ ലൂക്കാസ് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ക്ഷമിക്കേണ്ട ഇടങ്ങൾ. ശത്രുവാണ് പ്രതിപാദ്യ വിഷയം. ഈ ശത്രു എന്ന് പറയുമ്പോൾ ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത് ദ്വേഷിക്കുന്നവർ, ശപിക്കുന്നവർ, അധിക്ഷേപിക്കുന്നവർ, ചെകിട്ടത്തടിക്കുന്നവൻ, വസ്തുക്കൾ തട്ടിച്ചു കൊണ്ടുപോകുന്നവൻ, മേലങ്കി എടുത്തു കൊണ്ടുപോകുന്നവൻ, നിന്നോട് മോശമായി പെരുമാറുന്നവൻ. 7 കൂട്ടരാ. ഈ 7 കൂട്ടരോട് എപ്രകാരം എനിക്ക് ക്ഷമിക്കുവാൻ സാധിക്കും? ചന്തയിലെ വ്യവഹാര രീതിയെക്കുറിച്ചുള്ള ഒരു വിശകലനം കൂടി ഇവിടെ വന്ന് കയറുന്നുണ്ട്. ചന്തയിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കൃത്യമായ അളവ് കൊടുക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ വിൽപ്പനക്കാരൻ കൊണ്ടുവന്നിരിക്കുന്ന ചാക്കിലേക്ക് ഈ അളവുകൾക്കപ്പുറത്തേക്കായിട്ട് കുലുക്കി നിറച്ച് അളവില്ലാതെ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. നിനക്ക് കിട്ടുന്നതും ഇതുപോലെ ആയിരിക്കും. ക്ഷമയുടെയും വെറുപ്പിൻ്റെയും ശത്രുതയുടെയും പകപോക്കലിൻ്റെയും ഒക്കെ കഥ പഴയ നിയമം പറയുമ്പോൾ ലൂക്ക നമ്മോട് ആവശ്യപ്പെടുന്നത് അതല്ല. ഈ അളവുകൾക്കപ്പുറത്തേക്കായുള്ള ദൈവസ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ക്ഷമയുടെയും വഴികൾ നീ കണ്ടെത്തണം. നീ എപ്രകാരം നിന്നോട് മറ്റുള്ളവർ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ അവരോട് പെരുമാറുക. ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നവൻ ഉള്ളിൽ ആർജിച്ചെടുക്കേണ്ട ഒരു സ്വഭാവ രീതിയാണിത്. എളിമയുടെയും കീഴ്പ്പെടലിൻ്റെയും അനുസരണത്തിൻ്റെയും ഒരു വഴി. അത് ഈ ലോകത്തിനല്ല, നേരെ മറിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടണം, ദൈവത്തിന് കീഴ്പ്പെടണം. അവൻ പറയുന്ന വാക്കുകൾ ഏറ്റവും ശക്തമായി തന്നെ അടിസ്ഥാനപരമായ അനുസരണശീലത്തിലേക്ക് വരുവാനും സാധിക്കണം. പക്ഷെ എപ്രകാരം ഞാൻ ക്ഷമിക്കും ഈ മനുഷ്യനോട്? നമുക്ക് മനുഷ്യൻ്റെ പ്രകൃതിയാണിത്. നമ്മെ ഉപദ്രവിച്ചവരെ പെട്ടെന്ന് നാം മറക്കില്ല. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മെ സഹായിച്ചവരെ നാം പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും. എന്നാൽ വളരെ മനോഹരമായ ആധ്യാത്മികമായ ഒരു രീതിയുണ്ട്. നിന്നെ ദ്രോഹിച്ചവരോട്, നിന്നോട് മോശമായി പെരുമാറിയവരോട്, നിന്റെ അങ്കി തട്ടിച്ചു കൊണ്ടുപോയവരോട്, നിന്റെ വസ്തുവകകൾ എടുത്തു കൊണ്ടുപോയവരോട്, നിന്നെ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവരോട്, അവരോടൊക്കെ ക്ഷമിക്കണം, പൊറുക്കണം, മറക്കണമെന്നൊക്കെ നാം പറയുമ്പോൾ മറ്റൊരു രീതി കൂടിയുണ്ട്. ഇതിൽ ക്ഷമിക്കണം തീർച്ചയായിട്ടും, എന്നാൽ നീ മറക്കരുത്. നീ മറന്നുപോയാൽ നിന്റെ ജീവിതത്തിലൂടെ നീ കടന്നു വന്നപ്പോൾ അനുഭവിച്ച മോശമായ അവസ്ഥകളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ച് നീ എഴുന്നേറ്റു വന്ന കാര്യങ്ങളും നീ മറന്നുപോകും. അതുകൊണ്ട് ക്ഷമിക്കണം നീ, പക്ഷെ മറക്കരുത്. മറക്കാതിരിക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നിന്നോട് ഒരുവൻ മോശമായി പെരുമാറിയപ്പോൾ നീ എന്തുമാത്രം വേദനിച്ചു. ആ വേദന നിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നിന്നെ ദൈവം ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. നീ ഒരിക്കലും ഇതുപോലെ മറ്റുള്ളവരോട് പെരുമാറരുത്. മറ്റുള്ളവർക്ക് സങ്കടത്തിൻ്റെ മോശമായ അവസ്ഥകളുടെ ഒരു രീതി നീ സൃഷ്ടിച്ചു കൊടുക്കരുത്. അതുകൊണ്ടാണ് ക്ഷമിക്കണം, എന്നാൽ മറന്നു പോകരുത്. ഓരോ പ്രാവശ്യവും മറ്റുള്ളവരുമായി നീ ഇടപഴകുമ്പോൾ, നിന്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ, നീ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ, അവരോട് കരുണയോടെ പെരുമാറുമ്പോൾ, അവരെ നിന്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ, ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം നിന്നിലൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തപ്പെടുന്നതിൻ്റെ രൂപമാണ്. ദൈവീകമായ കാഴ്ചപ്പാടുകളിലൂടെ ഒരുവൻ ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ലൂക്കാസ് സുവിശേഷകനിൽ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് അഗാപ്പ എന്നാണ്. ഒരു ഉപാധിയും കൂടാതെ ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുന്നതിൻ്റെ പുതിയ ഒരു രീതി. ക്ഷമിക്കൽ മാത്രമല്ല, നേരെ മറിച്ച് ക്ഷമിക്കുന്നതോടൊപ്പം ആരോടാണോ ക്ഷമിക്കുന്നത് അയാൾക്ക് കുറച്ചുകൂടി നന്മ കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവികമായ കാഴ്ചപ്പാടുകൾ. മറഞ്ഞിരിക്കുന്നവന് തൻ്റെ ശത്രുവിനെ കൊല്ലുവാനായൊരു അവസരം ലഭിക്കുമ്പോഴും അവനെ കൊല്ലാതെ അവൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ അഗ്നി കൂട്ടി ആ അഗ്നി അവനിൽ ജ്വലിപ്പിക്കുമ്പോൾ അവൻ ദൈവികമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വഴികൾ കുടുംബത്തിലാവാം, ജോലി ചെയ്യുന്നിടങ്ങളിലാവാം,
കണ്ടുമുട്ടുന്നിടങ്ങളിലാവാം. പലപ്പോഴും ഇപ്പറയുന്ന രീതിയിൽ അസൂയയും ശത്രുതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുമ്പോൾ, നമ്മെ വേദനിപ്പിച്ചവൻ മുൻപിൽ നിൽക്കുമ്പോൾ, നമ്മെ വെറുത്തവൻ മുൻപിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ഏറ്റവും മോശമായി പെരുമാറിയ ഒരാൾ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്കെങ്ങനെ നന്മയോടെ അവരുമായി സംസാരിക്കുവാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രൈസ്തവ ജീവിതം. നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയലല്ല, നേരെമറിച്ച് ദൈവം നൽകിയ ഏറ്റവും മനോഹരമായ ജീവിതത്തിൽ മാനുഷികമായ ചില പ്രകൃതികളെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഈ സ്വഭാവ വൈശിഷ്ട്യങ്ങളെയൊക്കെ ദൈവികമായ കാഴ്ചപ്പാടുകളോടുകൂടി ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് തന്നെ മറ്റുള്ളവരിലേക്ക് ഞാൻ പങ്കുവയ്ക്കുമ്പോൾ ദൈവം എന്നിലൂടെ മറ്റുള്ളവർക്ക് മുൻപിൽ പ്രതിഫലിപ്പിക്കപ്പെടുകയാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മോട് ഇന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ സാധിക്കുക. ക്ഷമിച്ചാൽ മാത്രം പോരാ, അവർക്ക് കുറച്ച് നന്മ കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാനും സാധിക്കണം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം. ക്രൂശിതനായ യേശുവിനെ മനസ്സിലൊന്ന് ധ്യാനിക്കാം. നിന്റെ ഇടതുവശത്ത് ക്രൂശിതനായവനെ ഒന്ന് ചേർത്ത് പിടിക്കുക. നിന്റെ ഹൃദയത്തിൻ്റെ വശത്തിലേക്ക് ആരോടാണോ നിനക്ക് ബുദ്ധിമുട്ടുള്ളത്, ആരാണോ നിന്നെ വേദനിപ്പിച്ചിട്ടുള്ളത്, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തത്രയും ആരാണോ നിന്നെ ഇപ്പോഴും വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ആളെ നിന്റെ ഹൃദയത്തിൻ്റെ വശത്തേക്കൊന്ന് ചേർത്ത് പിടിക്കുക. മറുവശത്തിരിക്കുന്ന ഈശോയുടെ കുരിശിൽ നിന്ന്, അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തം ഈശോയോടൊന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, നിന്റെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തത്താൽ ഈ സഹോദരനെ, എൻ്റെ ഈ സ്നേഹിതനെ, സ്നേഹിതയെ, ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, മക്കളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നീ എനിക്ക് നൽകിയ നന്മയുടെ അമർത്തി കുലുക്കി നിറച്ചു തന്ന നിന്റെ ദൈവികമായ സ്നേഹത്തിൻ്റെ ഒരു കണികയെങ്കിലും ഈശോയെ ഇവരുടെ മേൽ ഒഴുക്കി അവരെ നീ വിശുദ്ധീകരിക്കണമേ. ആമേൻ. വചനജായ 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 വചനജായ